അങ്ങനെ നമ്മുടെ മെട്രോ വന്നു. അവരിറങ്ങട്ടെ കേട്ടോ. നമ്മളിവിടെ പിടിക്കാനൊന്നും സ്ഥലമില്ല. നല്ല സ്പീഡ് ട്രെയിൻ ഒന്നും പിടിക്കാൻ പോലും സ്ഥലമില്ല. ഈ ബ്ലൂ ലൈൻ, ഈ ബ്ലൂ ഡോട്ട് എത്തുമ്പോൾ നമ്മളിപ്പോൾ അടുത്ത് ഡൽഹി എയറോ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ നിന്ന് ദൗവാല ക്വാൻ, അത് കഴിഞ്ഞ് ശിവാജി സ്റ്റേഡിയം, അതുകൊണ്ട് ഡൽഹി. 4 സ്റ്റോപ്പുകളാണ് അവിടെ പോകാൻ. ഡ്രൈവേഴ്സാണോ നിങ്ങളെ ഡ്രൈവേഴ്സ്? ഓ ഇവിടത്തെ ഫോഴ്സ് ഉള്ളാണല്ലോ. സാധനം ഇപ്പം അത്ര ശരിയല്ലല്ലോ. സാധി മെട്രോ തന്നെയല്ലേ ഇരിക്കുന്നത്. ഓ ഇത് കാണാൻ പറ്റുള്ളല്ലോ. ഇത് എന്നെ തന്നെ കാണണേ. നോക്കിക്കല്ലേട്ടാ പോരെ പോരെ. ഇപ്പൊ ഇവിടെ മലന്ന് കിടക്കുന്ന ഒരു രൂപം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആയിട്ട് ഒരു ചേട്ടൻ സൂപ്പർമാൻ കളിക്കാമോ? പേടിക്കണ്ട, നൈസായിട്ട് വെക്കുക. ഒരുമിച്ച് കയറ്, ഒരുമിച്ച് കയറ്. ഇവിടെ ഒരു പൂമ്പാറ്റേൻ്റെ പണിയുണ്ട്. താഴെ നോക്ക്, താഴെ നോക്കി, താഴെ നോക്ക്, താഴെ നോക്ക്, താഴെ അങ്ങനെ. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ? ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ നടന്ന് വയ്യാണ്ടായി. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. നമ്മൾ ടിക്കറ്റ് എടുത്തു. 9:05 ട്രെയിൻ. ഇപ്പോൾ തന്നെ 8:40. ഇപ്പോൾ നമ്മൾ ഓടിപ്പോകേണ്ടി വരും. ഇവിടെയാണ് ഏറ്റവും തിരക്ക് കൂടിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് തോന്നുന്നു. എൻ്റെ പൊന്നോ എന്നാ തിരക്കാണ് ഇവിടെ. ഈ ആൾക്കാർ മൊത്തം കൂടി ആകെ ഷോക്കാണ്. ഒടുക്കത്തെ തിരക്കാണ് അവിടെ. നമ്മളങ്ങനെ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി ഒരു രാസ്കാർന്ന് AC കയറി ഇരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ജനറലിൽ ഓടി. എല്ലാവരും അല്ലണ്ടേ. അപ്പോൾ അമ്മയ്ക്കൊരു സീറ്റ് കിട്ടി. ഒരു ബർഗർ തരുന്നു. നമ്മുടെ കേരള പോലെയല്ല, ഇവിടെ കറക്റ്റ് 9:05 ട്രെയിൻ എടുക്കുമെന്ന് പറഞ്ഞു. ട്രെയിൻ എടുത്തു. അതാണ് നമ്മുടെ കേരളത്തിൽ വേണ്ടത്. നമ്മുടെ അവിടെയൊക്കെ ലോക്കൽ ട്രെയിൻസൊക്കെ കാണണം. 9:15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:45 10 മണിയാകുമ്പോൾ പോകുന്നത്. ഇവിടെ 1 മിനിറ്റൊക്കെയാണ് ഇതാവുന്നത്.
നമ്മുടെ ഒരു ബായ്ക്കുട്ടൻ ചാടിപ്പോണ സീനാണ്. ഓക്കെ ബൈ ബൈ. ഇവരിവിടെ ഇരിക്കുകയാണ്. ട്രെയിൻ പോണത് ഒട്ടിക്കുന്ന സ്പീഡിലാണ്. ഏകദേശം 100-ന് മേളിൽ തോന്നുന്നു സ്പീഡ്. വളരെ സ്പീഡിലാണ് ട്രെയിൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്വാതിയുടെയും കൊക്കുവിൻ്റെയും ഒക്കെ റൂം. അച്ഛാ റൂം ഹേ ഹോട്ടൽ. അപ്പോൾ ഇതാണ് നമ്മൾ കിടക്കാൻ പോണ റൂം. ഇവിടെ ഞാനും വലിയച്ഛനും ചേട്ടനും അച്ഛനുമാണ് കിടക്കുന്നത്. ഇവിടെയാണ് വല്യമ്മച്ചിയും അമ്മയും ഒക്കെ കിടക്കുന്നത്. നല്ല റൂമാണ്. ഈ 3 റൂമും കൂടി നമുക്ക് 4200 കിട്ടി. അതും നമ്മൾ വെള്ള പേശി 4000-ന് ഒപ്പിച്ചു. ഫുഡും ഉണ്ട്, ഫുഡ് റൂമിലെത്തും. അപ്പോൾ നമുക്ക് നല്ല ലാഭകരമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ തുടക്കമായി. നമ്മൾ താജ്മഹലിലേക്ക് പോകാൻ പോകുന്നു. നമ്മൾ ഇന്നലെ താമസിച്ച ഒരു ഹോട്ടലാണിത്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്, ഹോട്ടൽ ചാഹത്ത് പാലസ്. കാരണം ഈ റേറ്റിന് 3 റൂം നല്ല റേറ്റിന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഇന്നലെ കാണിച്ചാണല്ലോ, നല്ല റൂമാണ്. അങ്ങനെ നമ്മൾ താജ്മഹലിലേക്ക് പോകുന്നത് ഓട്ടോറിക്ഷയിലാണ്. ഹോട്ടൽ ഗായ്സ്, നമ്മുടെ ഓട്ടോറിക്ഷയിലേക്ക് നമ്മൾ ഓവർടേക്ക് ഇഷ്ടപ്പെട്ടു. ഓവർടേക്ക് അങ്ങനെ നമ്മൾ താജ്മഹലിലേക്ക് പോകാൻ പോവാണ്. എല്ലാവരും ഇവിടെ കഴിക്കുകയാണ്. എന്താ നോക്കൂ, താജ്മഹൽ കാണാൻ പോവാണോ? ഇതാണ് നമ്മുടെ താജ്മഹലിലേക്കുള്ളൊരു വഴി. താജ്മഹലാണ്. അപ്പോൾ ഇവിടെ ഈ വണ്ടിയിൽ കൊണ്ടുപോകാനുള്ള ഡീലിങ്സിലാണ്. അപ്പോൾ നമ്മൾ ആ വണ്ടി സെറ്റാക്കി. ഒരാൾക്ക് 20 രൂപയാണ് ഈ വണ്ടിയുടെ ചിലവ്. ഒരാൾക്ക് 20. 1/2 കിലോമീറ്റർ ഉള്ളൂ. 1/2 കിലോമീറ്റർ നടക്കണല്ലോ എന്ന് വിചാരിച്ചാൽ സമയം ലാഭിക്കാനാ. അതെല്ലാം അവർ ഹിന്ദിയിൽ കാര്യങ്ങൾ പറഞ്ഞു. തിരിച്ചു നമുക്ക് നടന്ന് ഇതിലേക്ക് ഇറങ്ങിയിട്ട് വരാം. സമയം ലാഭിക്കാൻ പറ്റിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ താജ്മഹലിലേക്കുള്ള യാത്രയിലാണ്. ഇവിടുത്തെ സമയം തന്നെ ഇവിടുത്തെ പട്ടികൾക്കും നടുക്കുന്ന മാറില്ല അല്ലേ? ഇതിവിടെ കുറെ കുരങ്ങന്മാർ നിൽക്കുന്നുണ്ട്. ഗൂഗിൾ ചെയ്ത് കൊടുക്കും. ഇങ്ങോട്ട് നോക്കൂ. അപ്പൊ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ ഇവിടുത്തെ നല്ല ഓഫീസർമാരാണ്.
അങ്ങനെ നമ്മളെല്ലാം ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ താജ്മഹലിലേക്ക് നടന്നു പോകണം. അപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ അടുത്തേക്ക് എത്തുന്നതോറും പള്ളിയുടെ ആ ഒരു സെറ്റപ്പ് വന്നു തുടങ്ങി. ഇവിടെ അത്യാവശ്യം എല്ലാവരും താജ്മഹലിലേക്ക് നടക്കുന്ന കാഴ്ചയാണത്. ഗായ്സ്, ഇതാണ് താജ്മഹൽ. ഇതാണ് അതിൻ്റെ എൻട്രി. അപ്പോൾ നമ്മൾ താജ്മഹലിനോട് ക്ലോസ് ആയിട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ താജ്മഹൽ കാണാൻ പോവുകയാണ് ഗായ്സ്. നമ്മൾ താജ്മഹലിലേക്ക് കയറാൻ പോവാണ് ഗായ്സ്. അതാ നമ്മൾ എത്തിക്കഴിഞ്ഞു, എത്താറായി. അപ്പോൾ അവിടെ സ്വാതി ഫോട്ടോഷൂട്ടിലാണ്. അപ്പോൾ സ്വാതി തന്നെ നേരത്തെ ആദ്യം പുള്ളിക്കാരനാണ് പോസ് പറഞ്ഞത്. അപ്പോൾ സ്വാതി തന്നെ പോസ് ചെയ്ത് പുള്ളിക്കാരനെ പണിയെടുപ്പിക്കുകയാണ് ഗായ്സ്. ഇതാണ് നമ്മുടെ താജ്മഹൽ. താജ്മഹൽ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും ഈക്വലാണ്. അതായത് ഒരു വര വരച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വലാണ്. സിമെട്രിക്കലി ഈക്വലാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാവർക്കറിയാമെന്ന് വിചാരിക്കുന്നു. ഫോട്ടോ എടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണോ? നമ്മളപ്പോൾ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അത് മ്യൂസിയമാണ്. ഇവിടെയാണ് നമ്മുടെ മുംതാസിൻ്റെ ശവകുടീരമുള്ളത്. അതിൻ്റെ ഉള്ളിൽ അതുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ 200 രൂപയുടെ ടിക്കറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഈ ഒരു 200 രൂപ എടുത്തിട്ട് വേണം എൻട്രി ചെയ്യാൻ. മസ്റ്റായിട്ട് അത് എടുക്കാൻ ശ്രമിക്കുക. അത് എൻട്രി ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. താജ്മഹലിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഇതേപോലെ കവർ ചെയ്യണം നമ്മുടെ ഷൂസൊക്കെ. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം വെച്ച് നിക്കറാണ്, പക്ഷെ ഇത് കവറിങ് ചെയ്യുന്ന സംഭവമാണ്. ഉണ്ടോ? ഇതേപോലെ നമ്മൾ കവർ ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളിലേക്ക് കയറാൻ അനുവാദമുള്ളൂ. ഇതെല്ലാവരും താറാവ് പോലെയുണ്ട്. താജ്മഹലിൻ്റെ പുറത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ അവിടെ സെല്ലടിക്കുന്നുണ്ട്. ഈ സാധനം പുറത്ത് വെച്ച് അത് വാങ്ങാതിരിക്കുക. അകത്ത് തന്നെ വന്നിട്ട് ഇവരുടെ അടുത്ത് അവിടെ കിട്ടും. അത് യൂസ് ചെയ്യാം. പുറത്ത് വെച്ച് കവളിക്കപ്പെടാതിരിക്കുക. മെയിൻ എൻട്രൻസിൽ ടിക്കറ്റ് കാണിക്കുന്നത് ഇവിടെ ടിക്കറ്റ് കാണിക്കണം. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് കയ്യിലുള്ളവർ, ഞാൻ ഫോണിലാണ്, അപ്പോൾ കയ്യിലുള്ളവർ അത് സൂക്ഷിച്ച് വയ്ക്കണം. ഇവിടെ വരുമ്പോൾ കാണിക്കാനുള്ളതാണ്. 200 രൂപയുടെ ടിക്കറ്റ് കിട്ടിയാലാണ് ഇവിടെ എൻട്രി ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് മസ്റ്റായിട്ട് അത് നോട്ട് ചെയ്യേണ്ടതാണ്. മുംതാസ്, മുംതാസ് അമ്മാമ്മ വരുന്നുണ്ട് താജ്മഹൽ കാണാൻ വേണ്ടി. അപ്പോൾ ഓരോരുത്തരായിട്ട് താജ്മഹലിൻ്റെ മ്യൂസിയത്തിനുള്ളിലേക്ക് കയറി വരുന്ന കാഴ്ചയാണ്. മാറിക്കൊടുക്കും അത്യാവശ്യം ഹൈറ്റുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ പിക്കപ്പ്
ഓരോ സ്റ്റെപ്പിൽ ഓരോ അയ്യോ. നമ്മളങ്ങനെ താജ്മഹൽ എത്തി ഗായ്സ്. ഇതാണ് താജ്മഹൽ. നോക്കൂ. അപ്പോൾ ഇതാണ് നമ്മുടെ താജ്മഹലിൻ്റെ പുറകിൽ. താജ്മഹലിൻ്റെ മുമ്പിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് താജ്മഹലിൻ്റെ പുറകിലൊരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. ഏതപ്പോഴാണെന്നറിയാൻ പാടില്ല. ഇതാണ് നമ്മുടെ താജ്മഹലിൻ്റെ പുറകിൽ. താജ്മഹലൊക്കെ കണ്ട് കഴിഞ്ഞത് പുറത്തേക്കുള്ള യാത്രയിലാണ്. നൈസാണ്. നോക്കൂ. താജ്മഹലിൻ്റെ പുറത്തുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ചപ്പാത്തിയും കടലക്കറിയും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ ചപ്പാത്തിയും കടലക്കറിയും കൊടുക്കുന്ന ടേസ്റ്റാണ്. ഇന്നലെ ഞങ്ങൾ കഴിച്ചായിരുന്നു. അങ്ങോട്ട് നോക്കൂ. പിന്നെ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരും. പനീറിൻ്റെയാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ സാധനം. പനീറിൻ്റെ ഒരു സ്പെഷ്യലായിട്ടാണ് ഈ ഒരു ഹോട്ടലിൽ. കഴിച്ചോ. നോക്കൂ. പനീർ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് പറയും. എങ്ങനെയുണ്ട് നോക്കൂ. നമ്മളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ആഗ്ര കോട്ട. ആഗ്ര കോട്ടയിലേക്ക് നടക്കുകയാണ്. ഇതാണ് നമ്മുടെ ആഗ്ര കോട്ട. ഇവിടുത്തെ ആഗ്രയിലൊന്നും കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് സീനില്ല. ഓൺലൈനിൽ കഴിവതും ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആഗ്ര കോട്ട. നോക്കൂ. ആഗ്ര കോട്ട ഈസ് എ വെരി നൈസ്. പ്രൊഫഷണൽ വ്ളോഗർ. 2 സൈഡിലേക്കുള്ള ക്യാമറകൾ എടുക്കുന്നുണ്ട്. പ്രൊഫഷണൽ ആയിട്ടാണ് പുള്ളിയുടെ വീഡിയോഗ്രാഫി. അപ്പോൾ ആഗ്ര കോട്ടയുടെ എൻട്രി നമ്മൾ എത്തിയിരിക്കുന്നു. ഇതാണ് എൻട്രി. ഇതാണ് ആഗ്ര കോട്ടയുടെ ഉള്ളിലുള്ളൊരു വിഷ്വലൈസ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് പ്ലക്ക് ദ ഫ്ലവേഴ്സ്, ഡു നോട്ട് മൂവ് ഇൻ ലോൺസ്. സോ ഇവിടെയുള്ള പൂക്കളാരും പറിക്കരുത്. കർശനമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരും പറിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ആഗ്ര കോട്ടയുടെ മുൻവശം. ഇവിടെ ഏതൊരു ജഹാംഗീസ് ബാത്ത് ടബ്. ജഹാംഗീസിന്റെ ബാത്ത് ടബാണത്. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട്. നമുക്കിത് അതിന്റെ മേളില് നമുക്ക് കയറാം. ഇതിന്റെ മേളിൽ കയറാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് വിളിച്ചോണ്ടിരുന്നത് പുള്ളിക്കുന്ന ഭ്രാന്ത. അപ്പോൾ നമ്മൾ ആഗ്ര കോട്ടയിലൊരു പ്രധാന ഒരു സംഭവമാണിത്. ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം.
അപ്പോൾ ഇതിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താജ്മഹലാണ് കാണുന്നത്. കണ്ടോ, ഈ ഒരു വിൻഡോയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് താജ്മഹലാണ്. നമ്മൾ സാക്ഷാത് നമ്മുടെ കാണുന്നത് താജ്മഹൽ. ഇവിടെ നിന്നാണ് നമ്മുടെ ഷാജഹാൻ താജ്മഹൽ കണ്ടുകൊണ്ടിരുന്നത് ജയിലിലായിരുന്നപ്പോൾ മുംതാസിനെ കാണാൻ വേണ്ടിയിട്ട്. മഹലാണിത്. ഇവിടെ ജയിലുമുണ്ട്. നടന്നു നീങ്ങി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരോടും ഇരിപ്പായി നാഗരകോട്ട പകുതി നടന്നപ്പോഴേക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇന്ത്യക്കാരെക്കാളും കൂടുതൽ ഫോറിനേഴ്സാട്ടോ ഇവിടെ വരുന്നത്. ആഗ്രഹമില്ലേ, ഫുൾ ഫോറിനേഴ്സ്. ഇതൊരു സാഹിബ് കൂട്ടൻ്റെ ക്യാമറ എടുത്ത് പിന്നെ ഫോട്ടോ എടുക്കണം. ഞാൻ അവൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇവിടെ മൊത്തം ആൾക്കാരാണ്. ആഗ്രഹക്കോട്ട കണ്ടിട്ട് വരുന്ന ആൾക്കാർ. അങ്ങനെ ആഗ്രഹക്കോട്ടയുടെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളെത്തി. ഇതോടെ അപ്പോൾ നമ്മൾ ആഗ്രഹക്കോട്ടയുടെ ഒക്കെ കഴിഞ്ഞു നമ്മൾ പുറത്തേക്ക് പോകുകയാണ്. സോ അതിൻ്റെ സെൽഫി ഇപ്പോഴും മാറിയിട്ടില്ല. അവളിപ്പോഴും സെൽഫി എടുത്തുകൊണ്ട് തന്നെ നടക്കുകയാണ്. സെൽഫി പ്രാന്തിയാണ്. ഓക്കെ, ഹേ ജാദു, ഹേ ജാദു, ഹേ ജാദു. ഓ, അപ്പോൾ അടുത്ത ലൊക്കേഷൻ്റെ പേര് കിട്ടി. ഇതാണ് ഇജ്മാഡു ദൗല. ഇതാണ് നമ്മൾ നേരത്തെ പറയാൻ പറ്റാതെ പോയ ആ ഒരു പേര്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ പാടില്ല. അവിടെ ചെന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ തേർഡ് ഡെസ്റ്റിനേഷനാണിത്. ഇതും ഒരു കോട്ടയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ലൊക്കേഷൻ്റെ ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 30 രൂപയാണ്. അപ്പോൾ ഇതാണ് മിനി താജ്. മിനി താജ് അല്ല, ബേബി താജ്. ബേബി താജ്. ബേബി താജ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവർ പറയുന്നത് ചെറിയ താജ്മഹൽ. വലിയ താജ്മഹലിൽ ചെറിയൊരു താജ്മഹൽ ആ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് സെറ്റപ്പ്. ചെറിയൊരു സ്ഥലമാണ്. ആ, ഇതിൽ 4 സ്ഥലത്തും മറ്റേ കവാടങ്ങളൊക്കെ ഉണ്ട്. കണ്ട, ഇതിൻ്റെ പെഡപ്പിക്കൽ ഡ്രൈവിങ് നിങ്ങൾ നോക്കിക്കോട്ടെ. പെഡപ്പിക്കൽ ഡ്രൈവിങ്. ആദ്യത്തെ നല്ല മീനാണ് പുള്ളി. ആദ്യമുള്ള ബിൽഡിങ്സ് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ. നമ്മുടെ എറണാകുളം
ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല, ഇങ്ങനെയുള്ള ബിൽഡിങ്സ് തന്നെ അതൊന്നും അത്യാവശ്യം ഡെവലപ്ഡായിട്ടൊന്നുമില്ല. ഒട്ടുമിക്ക സ്ഥലങ്ങളിലുള്ള ബിൽഡിങ്സ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല, ഏറ്റവും ദാരിദ്ര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇത്ര നേരം ഉണ്ടായ മോട്ടോർ സഹോദരന്മാർ നമ്മളെ വിട്ട് പിരിയുകയാണ്. അപ്പോൾ രാവിലെ തൊട്ട് 2 മണി വരെ നമ്മുടെ കൂടെ ഉണ്ടായി. മൊത്തത്തിൽ 1000 രൂപയാണ് ഒരു ഓട്ടോറിക്ഷയ്ക്ക്, അങ്ങനെ 3000 മൊത്തത്തിൽ. ആ ഓട്ടോറിക്ഷ 3 പോവാണ്. അപ്പം നമ്മൾ തിരിച്ച് ജയ്പൂർക്ക് പോകാനുള്ള ട്രെയിൻ കയറാൻ നമ്മൾ ആഗ്രാഖാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സമയം 1:43. 2:40 നമ്മുടെ ട്രെയിൻ. വന്ദേ ഭാരത് കിട്ടുമെന്ന് നോക്കാം. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ 2:40 ട്രെയിൻ തന്നെ പോകും. ഇനി നമ്മൾ ജയ്പൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആഗ്ര, ഈ ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ജയ്പൂർ എന്ന സ്ഥലത്തിലേക്ക് പോവാണ്. ഇതാണ് ആഗ്രയിലെ തെരുവ്. എൻ്റെ മോനെ സ്റ്റിൽ ഒരു വൃത്തിയില്ല. മറ്റേ എത്രയൊക്കെ സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞാലും ഇവർ പഴയ പോലെ തന്നെയാണ്. എങ്ങനെയുണ്ട് യാത്ര? അടിപൊളിയാണോ? ഇത് വെല്ലുമിച്ചി നമ്മൾ ജയ്പൂരിലേക്കുള്ള യാത്രയിൽ ഭയങ്കര ബുദ്ധിമുട്ടോടെയുള്ള യാത്രയാണ്. അതുപോലെ ഈ ഒരു മനുഷ്യരുടെ ഒരാൾക്ക് അവിടെ നിൽക്കുകയാണ്. വെല്ലുമിച്ചിക്ക് സീറ്റ് കിട്ടി ഗായ്സ്. വെല്ലുമിച്ചി അവിടെ ഉള്ള റിസർവേഷൻ സീറ്റിലുള്ള ആളുകൾ. ആ ബോട്ടിൽ എന്ത് ചെയ്ത് രീതി വെള്ളത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കാരെ വെള്ളം കിട്ടാതെ വിഷമിച്ച് ഉപ്പിലിട്ട് വെച്ചോ. അങ്ങനെ നമ്മൾ നീണ്ട 4.5 മണിക്കൂറത്തെ നിപ്പിന് ശേഷം, ആ ഒരു ബുദ്ധിമുട്ടിന് ശേഷം നമ്മൾ ജയ്പൂർ എത്തിയിരിക്കുന്നു. എല്ലാവരും വളരെ ക്ഷീണിതരാണ്. അപ്പോൾ നമുക്ക് ജയ്പൂരിൽ നിന്ന് ഒരു ഗൈഡിനെ കിട്ടി. ജയ്പൂരിലുള്ള നല്ലതെന്ന് തോന്നുന്നവരെ കേട്ടിടത്തോളം നല്ലതാണ്. 2 ടാക്സിക്കൊക്കെ 100 രൂപ വാങ്ങണോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിലെ ടോപ്പ്. സ്പായൊക്കെ ഉണ്ട് ഇവിടെ, പല്ലോടാണെന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ്. ഇവിടെ ചെറിയൊരു എന്താ പറയുക, ഡൈനിങ് ഉണ്ട്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വന്നേക്കാണ്. അവർ താഴെയുണ്ട്. നമ്മൾ ചെറിയൊരു ചായ കുടിച്ച് ഇരിക്കുകയാണ്. ഇനി നമ്മളിവിടുന്ന് പോകാൻ പോണത് ജയ്പൂർ ഫുൾ കറങ്ങാൻ പോകണ നാളെ 10 സ്ഥലമൊക്കെ അവർ പറയുന്നുണ്ട്. ചിലപ്പോൾ 5 സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 9 മണിക്ക് റെഡിയായി ഇവിടുത്തെ ഒരു ഗൈഡിൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് വിശേഷം നാളെ രാവിലെ കാണിച്ചു തരാം.